ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഭരണമാണ് കട്ടപ്പന നഗരസഭയിലേതെന്ന ആരോപണവുമായി ബി.ജെ.പി. കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കൗൺസിലർമാർക്ക് ലഭ്യമാക്കാൻ അധികൃതർ താമസം വരുത്തുകയാണ്. തണലിടം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകളുണ്ടെന്നും ബി.ജെ.പി. കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ ഭരണത്തിനെതിരെയാണ് ബി.ജെ.പി. കൗൺസിലർമാർ രംഗത്ത് വന്നിരിക്കുന്നത്. 6-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് ആഴ്ചകൾ കഴിഞ്ഞാണ് ലഭ്യമാക്കിയത്. മിനിറ്റ്സ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടെങ്കിൽ 24 മണിക്കൂറിനകം ലഭ്യമാക്കണമെന്ന ചട്ടം നിലനിൽക്കിയാണ് 15ഓളം ദിവസങ്ങൾ കഴിഞ്ഞ് നൽകിയത്. അതിനിടയിൽ 15-ാം തീയതി നടന്ന കൗൺസിലിലും കൗൺസിലർമാർ മിനിറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു. കൗൺസിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാലതാമസം വരുത്തിയിരിക്കുന്നത്. ലഭിച്ച അജണ്ട പരിശോധിച്ചപ്പോൾ ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തു. സംഭവത്തിൽ ഭരണപക്ഷവും നഗരസഭാ സെക്രട്ടറിയും പരസ്പരം പഴിചാരി തലയൂരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് നഗരസഭ ബി.ജെ.പി. കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഭരണമല്ല ഇന്ന് നടക്കുന്നത്. ഈ മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ കൗൺസിലിൽ വരാത്ത കാര്യങ്ങൾ, കൗൺസിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്നാണ് ചെയർപേഴ്സൺ 15-ാം തീയതി കൂടിയ കൗൺസിലിൽ ഞങ്ങളോട് പറഞ്ഞത്. സെക്രട്ടറി എഴുതി ചേർത്തു എന്നാണ്. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചപ്പം സെക്രട്ടറി ഇന്നലത്തെ കൗൺസിലിൻ്റെ സെക്രട്ടറി അത് നിഷേധിക്കുകയും, എന്നാൽ ഞങ്ങൾ മിനിറ്റ്സിൻ്റെ കോപ്പി വാങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഈ 15-ാമത്തെ അജണ്ട ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോർ സ്റ്റേഡിയവും ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അകത്ത് കൗൺസിൽ പറഞ്ഞ കാര്യങ്ങളല്ല എഴുതി ചേർത്തിരിക്കുന്നത്. അതിന് ശക്തമായ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം കട്ടപ്പന വരുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ളവർക്കും എതിർപ്പില്ല. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഒരുപാട് അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന കൗൺസിലിൽ ഇവിടെ തണലിടം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലമാണ്. ഇതിൽ ഒരു റോഡുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ 35 ലക്ഷം രൂപയുടെ എന്തൊക്കെയോ പദ്ധതി തയ്യാറാക്കാനാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷത്തെ ഒരു ഭാഗം അഭിപ്രായമായിട്ട് വന്നത്. എന്നാൽ ഒരു ഭാഗം ഇന്നലത്തെ കൗൺസിലിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. തണലിടം പദ്ധതി നടപ്പിലാക്കാനായി ലക്ഷ്യമിട്ടിരിക്കുന്ന കട്ടപ്പന ബൈപ്പാസ് റോഡിലെ സ്ഥലം ഹൗസിംഗ് ബോർഡിന്റെ കൈവശമാണുള്ളത്. മുൻ ചിന്തകളില്ലാതെ അനാവശ്യമായിട്ടാണ് 35 ലക്ഷം രൂപ പദ്ധതിക്കായി വെച്ചിരിക്കുന്നത്. നിർമ്മിക്കാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്ന കൗൺസിലർമാരുടെ അഭിപ്രായം നിരാകരിക്കുകയാണ്. ഇതെല്ലാം നഗരസഭ സെക്രട്ടറിയുടെ മൗന അനുവാദത്തോടെ നടക്കുന്ന അഴിമതിക്ക് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു.